അസ്സലാമലൈക്കും, ഇറ്റ്സ് മീ നിഹാല നാസിക്, ഈസി ഹോം കുക്ക്. ഇന്നെൻ്റെ ഒരു പാതി ദിവസം മുഴുവനായിട്ടല്ല ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കണം എന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമില്ല, പക്ഷെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് എനിക്ക് കുറച്ച് കാണിക്കാനും പോകാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറയാം. അതിന് മുന്നേ മോൻക്ക് സ്കൂളുണ്ടല്ലോ, അപ്പം മോനെ വിളിക്കാൻ പോവാണ്. ഇന്ന് സാധാരണ ഞാൻ വിളിച്ചപാട് എഴുന്നേൽക്കുന്നതാട്ടോ. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് അവർ ഞാൻ വിളിച്ചപ്പം എന്താ പറയുക തിരിച്ച് നോക്കുന്നില്ല കേട്ടോ, തിരിക്കുന്നില്ല. അപ്പം ചെറിയ ആൾ അതിന് മുന്നേ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ആൾ പിന്നെ എൻ്റെ മണം പിടിച്ച് എടുക്കുന്നതാണ് തോന്നുന്നത്. ഞാൻ അടുത്തുനിന്ന് എഴുന്നേറ്റ് അപ്പം തന്നെ ഉടരും കേട്ടോ. അപ്പോൾ അതാ അതിന് മുന്നേ ഞാനിതാ ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാണ്. ഇത് മോംസ് ഓർഗാനിക് മോംസിന് ഞാൻ വാങ്ങിയതാണ്. എന്താ പറയുക, ഇതൊരു ഓർഗാനിക് പ്രൊഡക്റ്റാണ്. ഉരുക്ക് വെളിച്ചെണ്ണ, നമ്മളൊക്കെ വെർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ആക്കുന്നവരാ അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക അതുപോലെയുള്ളതൊക്കെ യൂസ് ആക്കിയ താരനും കാര്യങ്ങളൊക്കെ ഒഴിയും. മാത്രമല്ല നല്ല മുടിയും മേലൊക്കെ തേച്ചാലും ഒക്കെ നല്ലതാട്ടോ. നല്ല കളറൊക്കെ കിട്ടും കുട്ടികൾക്ക്. അപ്പോൾ വേണമെന്നുള്ളവർ അവരെ പേജ് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് അതൊക്കെ കഴിഞ്ഞ് അവനെ മോനെ കുളിപ്പിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ് ഞാൻ ആദ്യം തന്നെ മാറ്റിച്ചൊക്കെ കൊടുത്തിട്ടാട്ടോ ഫുഡ് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പം ലേറ്റ് ആവേണ്ട, കാരണം അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് വലിങ്ങനെ എന്താ പറയുക ഒരു ഇതുണ്ടാവില്ല, വേഗം എത്തല്ലോ എന്നുള്ളൊരിതാണ്. പിന്നെ അത് മോൻ്റെ അലർജിക്കുള്ള മരുന്നാട്ടോ, ഡെയിലി ചെയ്യണം. അങ്ങനെ ഇതാ ഞാൻ ഫുഡ് കൊടുക്കും, ഞാനാണ് വാരി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഇന്ന് ഡിറ്റേഷൻ ഉണ്ട്, അപ്പോൾ അത് ഞാൻ എഴുതിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതാ മോന് ക്ലാസ് ടോപ്പറാണല്ലോ, അപ്പം ഇത് ഡെയിലി ഇത് കുത്തിപ്പോകണം. മോനക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, മോനേക്കാൾ സന്തോഷം എനിക്കാണെന്ന് വേണം പറയാൻ. അപ്പം എന്താ പറയുക, ഇനിയും ഇത് ഹോൾഡ് ചെയ്ത് വെക്കണം, ബിക്കോസ് ഇനിയും എക്സാമൊക്കെ വരുന്നുണ്ട്. അപ്പം ക്ലാസ്സിൽ വേറെയും കുട്ടികളുള്ളതാണ്, പിന്നെ മറ്റുള്ളവർക്കും കിട്ടുമൊക്കെ വേണമല്ലോ, എല്ലാവർക്കും ഒരേ സന്തോഷം കിട്ടും. എനിക്ക് അങ്ങനെ കേട്ടോ, കാരണം എപ്പോഴും മോൻ തന്നെ ആയാലും ബാക്കിയുള്ളവരെ പാരൻസിനും മക്കൾക്കായാലും ഒരു വിഷമമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഹോൾഡ് ചെയ്ത് വെക്കണം എന്നാണ് നമ്മളൊരു ആഗ്രഹം. അതൊക്കെ കഴിഞ്ഞതാ ചെറിയ ആളും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ പാടനെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ മോൻക്കുള്ള കുറുക്ക് ഉണ്ടാക്കിയിട്ട് അവിടെ മൂടി വെക്കും. കാരണം ചൂടൊക്കെ തടഞ്ഞ് ഏകദേശം ഒരു നേരെ ചൂടിലാണ് ഞാൻ കൊടുക്കുക. അങ്ങനെ ആൾ വരുന്നതിന് മുന്നേ തന്നെ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ചിക്കൻ കറി, പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ട്. അത് പിന്നെ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആണല്ലോ അല്ലെ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതാ ആൾക്ക് ഫുഡ് കൊടുക്കുന്ന ചെറിയൊരു രൂപം മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. കാരണം മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ 2 മണിക്കൂറിൻ്റെ വീഡിയോ ഇതിന് തന്നെ വേണ്ടി വരും. തീരെ ഇങ്ങനത്തെ ഒന്നും കഴിക്കാൻ വലിയ ഇഷ്ടമില്ല കേട്ടോ. പക്ഷെ ഞാൻ കുറുക്ക് എന്തായാലും നിർബന്ധിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അവർക്ക് കഴിഞ്ഞ് അവനെ കുളിപ്പിച്ച് ഉമ്മാണ് കുളിപ്പിച്ച കേട്ടോ. എനിക്ക് കുളിപ്പിച്ചില്ല, എന്ന് മേലേക്കിട്ടുള്ളൂ, എനിക്ക് പറ്റൂല. അപ്പം എൻ്റെ ഉമ്മയും ഇപ്പം വന്നിട്ട് അവൻ അങ്ങോട്ട് കൊണ്ടുപോവാണ് വീട്ടിലോട്ട് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ കാര്യം പറഞ്ഞു തരാം. ഞാനിതാ ആസ്റ്റൺ ഓർത്തോളിൽ എനിക്ക് പോകാനുണ്ട് ഹോസ്പിറ്റലിൽ. എൻ്റെ ലിഗമെൻ്റ് ഒരു വർഷം മുന്നേ കണ്ട ഓഗസ്റ്റ് 2023 എടുത്ത MRI ആണത്. എനിക്ക് ഡെലിവറി കഴിഞ്ഞ് ഞാനൊന്ന് ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ജിമ്മിൽ പോയ സമയത്ത് എനിക്ക് കാല് വാമപ്പ് ചെയ്ത സമയത്ത് കാലിൻ്റെ ലിഗമെൻറ്റ് പൊട്ടിപ്പോയി. തടി ഉറയ്ക്കാൻ പോയി അതിനും വലിയ പണി കിട്ടിയ ആളാണ് ഞാൻ ഒരു വർഷം മുന്നേ. അപ്പം ഈ 2 ദിവസം മുന്നേ ഞാനൊന്ന് തെന്നി വീണ് പോയി. ഇത് ട്വിസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വീണ് പോകും. അപ്പം പോയ സമയത്ത് ഡോക്ടർ കേസിന് കയറിപ്പോയി ഓപ്പറേഷൻ തിയേറ്ററിൽ. അപ്പോൾ ആ ഒരു സമയം വെറുതെ അവിടെ 1.5 മണിക്കൂർ ഇരിക്കുക വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റൂല. അപ്പോൾ തൊട്ടടുത്ത പൈഡമയത്തിൽ അവിടെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ അഞ്ചു, ഞാൻ പറയില്ലേ ഗൾഫിൽ നിന്ന് വന്ന, അവളെ കണ്ടിട്ടില്ല, അവളെ മോനെയും ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പം അവരെ കാണാൻ പോകാമെന്ന് വിചാരിച്ച് മോനിക്ക് ചെറിയൊരു ആനിമൽസിൻ്റെ ഒരു ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നമ്മളിതാ പപ്സൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. പിന്നെ ഇതാ അവിടെ തന്നെ റിങ് ഇട്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ട് ഇട്ടിട്ട്. അതിനിതാ എന്തായാലും വീടെത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് വേറെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇതാ നമ്മൾ പോവാം കേട്ടോ. നോക്കട്ടെ നോക്കട്ടെ, കുറവാവട്ടെ നോക്കട്ടെ, കുറവാവട്ടെ നോക്കട്ടെ, ചിരിക്കല്ലേ. മോൻക്ക് എന്താ പറയുക, പരിചയക്കുറവൊന്നുമില്ല കേട്ടോ. മിഠായിക്ക് കൊടുത്ത പാട് വാങ്ങി. പിന്നെ നമ്മൾ പപ്സ് വാങ്ങി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതും ചായയും. ഇപ്പം നമ്മൾ പോയിട്ട് അവരൊന്നും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, അതുകൊണ്ട് വാങ്ങിയതാട്ടോ. പിന്നെ മാത്രമല്ല എനിക്ക് പപ്സ് കഴിക്കണം എന്നുണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിയതാ. ഇതാണ് എൻ്റെ വലിയ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. കുറച്ച് ചെടികൾ എനിക്ക് വേണമായിരുന്നു. ഇതിലധിക ചെടികളും ഞാൻ മുന്നേ ആൻറ്റിക്ക് കൊടുത്തതൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ആൻറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നീ തന്നെ ചെടിയൊക്കെ തന്നെയല്ലേ, എന്താ ചോദിക്കുന്നത്, എനിക്ക് വേണ്ടത് എടുത്തോ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എനിക്ക് അത്യാവശ്യമൊക്കെ എടുത്തിട്ട് എൻ്റെ ചെടീൻ്റെ സെറ്റപ്പൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് വേറെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇൻഷാല്ലാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഒരു 1.5 മണിക്കൂർ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് അവിടേക്ക് എത്തിയപ്പോഴും എന്നിട്ടും ഒരു 15 മിനിറ്റ് അവിടെ കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ ഉള്ളിലേക്ക് പോവുകയാണ്. ഓൾറെഡി എനിക്ക് സർജറിക്ക് എഴുതി തന്നതാണ്, സർജറി മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ചെറിയൊരു ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ.
നമ്മളിപ്പോൾ ഇങ്ങനെ നടത്തം കാര്യങ്ങൾ വരുമ്പോൾ ഒന്നും സംഭവിക്കില്ല. ഇതേ ഈ ലിഗമെന്റ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് തിരിയാൻ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ്, പിവറ്റിങ് ആക്ടിവിറ്റീസ് വരും. നമ്മളൊരു ഫുട്ബോൾ കളിക്കുന്നതോ ഷട്ടിൽ കളിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് വരുമ്പോൾ ഇങ്ങനെയുള്ള എല്ല് ഇങ്ങനെ ചെറുതായിട്ട് ഇളകും. ഇത് ഇളകുന്നതാണ് നിങ്ങൾക്ക് ഏതോ ഒരു എല്ല് തെന്നിയതിനുള്ളൊരു ഫീൽ കിട്ടുന്നത്. പിന്നെ ഇത് പൊസിഷനിൽ പിന്നെ തിരിച്ചു വരും. അപ്പോൾ അതിനാണ് നമുക്ക് പൊതുവേ ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിനെ തിരിച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കാലിന് പറ്റിയത് ഗൈസ്. ഡോക്ടർ പറഞ്ഞതുപോലെ ആ ഒരു എന്താ പറയുക ട്വിസ്റ്റ് ആയിപ്പോയി, അത് പൊട്ടിപ്പോയി. അപ്പം അത് നമ്മൾ ഇങ്ങനെ ടേൺ ചെയ്യുമ്പോഴും അത് ഇതാവും. പിന്നെ ഡോക്ടർ, ഞാൻ ജ്ഞാനേശ്വരൻ സാറിനാട്ടോ കാണിക്കുന്നത്. ഡോക്ടർ ഒരിക്കലും നമ്മളെ കമ്പൽ ചെയ്യൂല, സർജറി ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂളായിട്ടേ വിടും. കാരണം 1.25 ലക്ഷം രൂപേൻ്റെ ഒരു സർജറി ആണത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കൂളാക്കി ആൾ വിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ തൽക്കാലം എനിക്ക് വേദനയ്ക്കുള്ള മരുന്ന്, നല്ല നീരൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതിനൊക്കെ മരുന്ന് തന്നിട്ടുണ്ട് ഡോക്ടർ. ഞാൻ സർജറി ചെയ്യാൻ വരേണ്ടേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇവിടുത്തെ മസാല എന്താ മലബാർ മസാല പറഞ്ഞ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. ചെറിയ മോൻ അവിടെ ആണല്ലോ, പിന്നെ നെഹിയാനെ സ്കൂൾ വിട്ടിട്ട് ഇപ്പോൾ വിളിച്ചു കൊണ്ടുവന്നും ചെയ്തു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്.